ഇതിലെ കുണ്ടും കുഴിയായിട്ട് കിടന്നുകൊണ്ടിരുന്ന ഒരു വഴി ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു 10 കൊല്ലം മുമ്പ്. ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം വന്നാലേ കിട്ടത്തുള്ളൂ. ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അത്യാവശ്യമായിട്ട് ഒരു ഭരണമാറ്റം വേണം അവിടെ. എൻ്റെ അഭിപ്രായത്തിൽ UDF വരും. അങ്ങനെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മടുത്തു നിൽക്കുക. അതുകൊണ്ടാണ് പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടായിരുന്നല്ലോ. നല്ലത് ചെയ്യുന്ന ആൾക്കാർ ജയിക്കട്ടെ. എല്ലാവരെയും ഒരുപോലെ നമ്മൾ കാണുന്നു. ജയിക്കും. 5 വർഷം കൊണ്ട് ഇവിടെ കുട്ടിച്ചോറാക്കിയതല്ലാതെ 5 പൈസയുടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പുള്ളി? റോയിക്ക പോലും സ്വീകരിക്കും. സംശയമുണ്ടോ? ഇന്ത്യയുടെ സ്ഥാനാർത്ഥി ജയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതിലെ കുണ്ടും കുഴിയായിട്ട് കിടന്നുകൊണ്ടിരുന്ന ഒരു വഴി ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു 10 കൊല്ലം മുമ്പ്. ഈ ഇടതുപക്ഷം നല്ല രീതിയിൽ ഒരു കുലുങ്ങാതെ പോലും ഒരു വഴിയെ പോകാനായിട്ട് നമുക്ക് ഉണ്ടായത്. അന്നത്തെ ഒരു ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ കാണിക്കുന്നില്ല, അല്ലെ അത് കാണിച്ചു തന്നായിരുന്നു. അത്ര അതിൽ കൂടുതലൊക്കെ കൺമുന്നിൽ കാണുന്ന കാര്യമല്ല, വേറെ എന്ത് നമ്മൾ അറിയണം നേരിട്ട് പറയാനായിട്ട്. വീണ്ടും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരുന്നു. അത് വരണം, വന്നേ പറ്റുള്ളൂ, വരും. അത്രയും കോൺഫിഡൻസാ. അപ്പൊ ഇപ്പൊ കുറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നല്ലോ. വിവാദം ഒന്നും അതതിന്റെ വഴിക്ക് പോക്കോളൂ. ഞങ്ങൾക്ക് ഒത്തിരി വിവാദങ്ങൾ പണ്ടും ഉണ്ടാകുന്ന, പക്ഷെ ആ വിവാദത്തിന്റെ വഴിക്ക് പോകും. ഞങ്ങൾ ഞങ്ങളുടേതായ ഭരണത്തിൽ വരികയും ചെയ്യും. പക്ഷെ ഇപ്പൊ ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ ആണെങ്കിലും അതിൽ പലരും അറസ്റ്റിലായി ജയിലിലായത് CP ഉൾപ്പെടെയുള്ള ആൾക്കാരായിരുന്നല്ലോ. അത് എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടാവുന്നേ, അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഭരണം ഞങ്ങൾ തന്നെ ഭരിക്കുകയും ചെയ്യും, ഞങ്ങൾക്ക് അത് കിട്ടുകയും ചെയ്യും. വികസനം ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ പറ്റാലേ കിട്ടുള്ളൂ, അടുത്ത വർഷം വന്നാലേ കിട്ടത്തുള്ളൂ. UDF സർക്കാരിന്റെ കാലത്തൊന്നും ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ UDF വരും. എന്താ അങ്ങനെ ഒരു വിശ്വാസം? അങ്ങനെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മടുത്തു നിൽക്കുക. അതുകൊണ്ടാണ് പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കുറച്ച് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. അത് ആരുടെ ഭാഗത്തുനിന്ന്? ഇപ്പം UDF-നുള്ളിൽ ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ പേരിൽ ഇങ്ങനെ തർക്കങ്ങൾ നമ്മൾ അത് നിങ്ങളെ മാധ്യമങ്ങൾ അങ്ങനെ പലതും പറയും. അങ്ങനെ ഒരു സംവിധാനം ഉള്ളതായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നില്ല. പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിരുന്നല്ലോ. ചിലർ പറയുന്നു അത് നടപ്പിലാകാൻ പോകുന്നില്ല എന്നൊക്കെ. അതായത് സൗജന്യ യാത്രയും ഇൻഷുറൻസ് പ്രഖ്യാപനം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ, വെറുതെ ഉള്ള കാര്യങ്ങൾ പറയാറില്ല. ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആന്ധ്ര, തെലുങ്കാന ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിന് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. NDF-ൻ്റെ സ്ഥാനാർത്ഥി റോഷാൻ ജയിക്കുന്ന ഞാൻ പറയാം. കുടുംബത്തിലാണെങ്കിൽ മണിയാസൻ നിന്നാണെങ്കിൽ ജയിച്ചേനെ. ഇപ്പം ജയിച്ചൻ തണുപ്പുണ്ടല്ലോ, ജയിക്കില്ല എന്നൊരു കുഴപ്പം. വീണ്ടും ഒരു ഭരണം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? LDF സർക്കാരിന്റെ ഭരണം വീണ്ടും വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? NDF-ൻ്റെ ഭരണം വരുന്നു എനിക്ക് ഉറപ്പുണ്ട്, പക്ഷെ അത്ര വിശ്വാസമല്ല എനിക്ക്. അല്ല, ഞാൻ എൻ്റെ മണ്ഡലത്തിൽ മാത്രമേ നോക്കുള്ളൂ. എൻ്റെ മണ്ഡലം കൂടുന്നതാണല്ലോ. പിന്നാണ്ട് ആളാണ് അത് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വീണ്ടും ഭരണ തുടർച്ച ഉണ്ടാവുമോ? സാധ്യത കുറവാണ്. അല്ല, ഉള്ള പറയല്ലോ. ഇതിപ്പോൾ എന്ന് പറഞ്ഞു അതെ ഞാൻ പറയും, കൃത്യമായിട്ട് പറയുള്ളൂ. അതിൻ്റെ കേസ് എന്താണെന്നറിയോ? ഇത് പ്രതിപക്ഷത്ത് NDF പ്രതിപക്ഷം വന്നാലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. നിൽക്കത്തൊക്കെ പിന്നെ പറയാം. NDF പ്രതിപക്ഷത്ത് വന്നാലേ ഗുണം കിട്ടുള്ളൂ. കോൺഗ്രസ് ഒന്നും കയറില്ല ഇവിടെ. അതായത് LDF ഭരണപക്ഷത്ത് ഇരിക്കണ്ടെന്നാണ് ചേട്ടൻ്റെ അല്ല. NDF അതെ, എന്നെ കൊല്ലാൻ വേണ്ടിയാ. നീ മിണ്ടാതി കുറച്ചേ. ഞാൻ ഇവിടെ ചോട്ടുകൊണ്ടായിരുന്നു 12 ചോടുന്ന മനുഷ്യനാണ്. അത് കൃത്യമായിട്ട് പിടിച്ചോണം കേട്ടോ. ചോടുന്ന മനുഷ്യനാണ് ഞാനിപ്പോൾ. എൻ്റെ കാലിന് മുട്ടും വെള്ളം എന്നും വെള്ളം. ഇപ്പോഴേ എനിക്ക് പെൻഷനും കിട്ടുന്നുണ്ട്, എല്ലാ സാധനവും NDF-ൻ്റെ സർക്കാരിന് വന്നപ്പോഴേ കിട്ടുന്നു. ഇത് നിങ്ങൾ വിദ്യാഭ്യാസം മനുഷ്യരോട് ചോദിക്കണം, ഇതിലേക്ക് ചോദിക്കണം. അല്ല കൃത്യമായിട്ട് പറഞ്ഞോ, ചോദിക്കുന്ന മറുപടി. ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അത്യാവശ്യമായിട്ട് ഒരു ഭരണമാറ്റം വേണം അവിടെ. എന്തുകൊണ്ടാണ് ഭരണമാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ LDF-ൻ്റെ ഭരണം മോശമാണ് എല്ലാം കൊണ്ടും. അപ്പോൾ UDF-ൻ്റെ ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതാ ഭരണമാറ്റം ആവശ്യമായിരുന്നു. ചേട്ടൻ ഭരണം പോരാ എന്ന് പറയാനുള്ള കാര്യം പ്രധാനമായിട്ട് എന്തൊക്കെയാ? പ്രധാനം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലുണ്ടല്ലോ. അപ്പം അവരുടെ ഭരണത്തിൽ ശരിയാകുന്നില്ല. പ്രത്യേകിച്ച്
ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഒരു ഭരണ മാറ്റമുണ്ട്. ഭരണം ചെയ്തിട്ടുള്ള കാര്യം ഇവിടെ ഈ റോഡുകൾ മൊത്തം നടത്തിയിട്ടുള്ളൂ. ഒരുത്തരും ഇവിടെ നടത്തിയിട്ടില്ല. നല്ലത് ചെയ്യുന്ന ആൾക്കാർ ജയിക്കട്ടെ, അത്രേ ഉള്ളൂ. പാർട്ടി പക്ഷങ്ങളൊന്നുമില്ല. ഒന്നുമില്ല, എല്ലാവരെയും ഒരുപോലെ നമ്മൾ കാണുന്നു. ഇവിടെ ആര് ജയിക്കും? ആര് ജയിക്കും? റോഡ് സൈഡിൽ ജയിക്കും. 5 വർഷം കൊണ്ട് ഇവിടെ കുട്ടിച്ചോറാക്കിയതല്ലാതെ 5 പൈസയുടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പുള്ളി? എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ടാ പുള്ളിക്കെന്ന് പറയാം. അപ്പം ഇവിടെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഇയാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത്തവണ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? 100% ആബ്സല്യൂട്ട്ലി കറക്റ്റ്. ഉണ്ട്. പിന്നെ ആരൊക്കെയാണ് വിജയപ്രതീക്ഷ? റോയ് കപൂർ ജയിക്കും. സംശയമുണ്ടോ? ഒരു സംശയം വേണ്ട. ഭരണത്തിൽ ആര് വരുമെന്ന് കരുതുന്നു? UDF അധികാരത്തിൽ വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനകത്ത്. ഈ LDFന് ഇയാൾ കഴിഞ്ഞ വേറൊരു സ്ഥാനാർത്ഥി ആരാ മുഖ്യമന്ത്രിക്ക്? ആരാ ഒന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാൾക്ക് ഇയാൾ കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? കം ടെൽ മീ. ഉണ്ടോ? കോൺഗ്രസിന് നേതാക്കന്മാരുണ്ട്, അത് ഞങ്ങൾ തീരുമാനിക്കും, അത് കുഴപ്പമൊന്നുമില്ല. NDAയുടെ സ്ഥാനാർത്ഥി ജയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, എൻ്റെ ആഗ്രഹം വ്യക്തിപരമായിട്ടുള്ളത്. NDA കേരളത്തിൽ ഒരു സീറ്റ് നേടുമെന്ന് കരുതുന്നുണ്ട്. സീറ്റോ 15 സീറ്റ് കുറയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 15 ഉറപ്പായിട്ടോ? എവിടേക്കാണ് പ്രധാനമായിട്ട്? പ്രത്യേകം എല്ലാവരും നമുക്ക് പറയാൻ പറ്റിയല്ലോ. എങ്കിലും ചെയ്യേണ്ട ഒരു ഉണ്ട്. തിരുവനന്തപുരം ഒരു 5, കൊല്ലം 2, എറണാകുളം, കോട്ടയം എല്ലാം ഓരോന്ന വീതം, തൃശ്ശൂർ, പാലക്കാട്, മഞ്ചേശ്വരം. അപ്പം ഈ പുതിയ ഭരണ കാലയളവ് കുറഞ്ഞതൊരു നമ്മളൊരു എല്ലാത്തിനും എതിർത്ത് നിൽക്കുന്ന ഒരാൾ ടീം വേണ്ടേ? BJPയിലും NDAയിലും അത് പ്രതീക്ഷിക്കുന്നു.